പശ്ചിമ ബംഗാളിനെ ക്ലീൻ ചെയ്യാനായിട്ട് ശപഥമെടുത്തിരിക്കുകയാണ് സുവേന്ദു അധികാരി. ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമപ്രകാരം അക്രമികൾ, ഗുണ്ടകൾ, രാഷ്ട്രീയ അക്രമങ്ങൾ ചെയ്യുന്നവർ ഇവർക്കെല്ലാം പണി വരും എന്നുള്ളതാണ്. 1 വർഷം വരെ ഒരു ട്രയലുമില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്തിടാമെന്നുള്ളതാണ്. അതായത് ഗുണ്ടാ പ്രവർത്തനം നടത്താനായിട്ട് കഴിയില്ല. അറസ്റ്റ് ചെയ്ത് 1 വർഷം അകത്തിട്ട് വെളിയിറങ്ങുമ്പോൾ വീണ്ടും പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ദീർഘകാലം അകത്തിടാൻ കഴിയും. അപ്പോൾ അവിടുത്തെ വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJP വിജയിച്ച് കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ അക്രമം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രവുമല്ല, BJPയുടെ പേരിൽ ചില അക്രമം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ സുവേന്ദു പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെന്നൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല. ആരക്രമം കാണിക്കുന്നു, ആര് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരായിട്ട് നിൽക്കുന്നോ അവരെ പിടിച്ചകത്തിടും. മര്യാദയ്ക്ക് ജീവിക്കാനുള്ളവന് ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിരിക്കും. കൃത്യമായ സന്ദേശമല്ലേ ഇത്? സുവേന്ദു ഒരു ശത്രുക്കൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ബംഗാളിൻ്റെ മുന്നോട്ട് പോക്കിന് ഇതെത്ര നിർണായകമാണ് സർ? അവിടെ കുറേ കുറേ വർഷങ്ങളായിട്ട്, ശരിക്കും പറഞ്ഞാൽ 50 വർഷത്തോളം 50 വർഷത്തോളമായി. കാരണം സുധാകർ ശങ്കറിനെ മുഖ്യമന്ത്രിയായിരിക്കുന്ന 70കളിൽ പോലും അന്ന് CPM-ഉം നക്സലൈറ്റുകളും കൂടിയായിരുന്നു ആക്രമണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദിവസവും കൊലപാതകം. ഈ 24 പർഗാനാസ് ജില്ല എന്ന് പറയുന്ന ജില്ലയുടെ സമാധാനം നിലനിർത്താൻ വേണ്ടി ഒരു മന്ത്രിനെ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു ജില്ലയിലെ എന്താ പറയുക, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മിനിസ്റ്റർ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര മോശമായിരുന്നു. പിന്നെ 77-ൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അത് വൺ സൈഡഡായി മാറി. 77-ൽ CPM മുന്നണി അധികാരത്തിൽ വന്ന സമയത്ത് വൺ സൈഡഡ് ആക്രമണമായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് വോട്ട് ചെയ്യാത്ത ആൾക്കാരെ കൈവെട്ടി കളയുക, അല്ലെങ്കിൽ വോട്ട് ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാകും. അവർക്കറിയാം അവർ വോട്ട് ചെയ്താൽ ആർക്കാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർക്ക് ഒരു ഏജൻറ്റ്മാരെല്ലാം ഉണ്ട്, അവർ വന്നില്ല എന്ന്. പിറ്റേ ദിവസം അന്ന് രാത്രി വന്നിട്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യണതിൻ്റെ വോട്ടിങ്ങിൻ്റെ തലേ ദിവസം വന്ന് കൈവെട്ടി കളയുക. അങ്ങനത്തെ പല അക്രമങ്ങളും CPM കാണിച്ചിരുന്നു. ഈ അക്രമങ്ങൾക്കുള്ള പ്രതിക്രിയ ആയിട്ടാണ് മമതാ ബാനർജി വരുന്നത്. മമതാ ബാനർജി വന്നപ്പോൾ ഇവരെ തോൽപ്പിക്കുന്ന അക്രമം തുടങ്ങി. അത് പിന്നെ ഹിന്ദു വിരുദ്ധ അക്രമമായിട്ട് മാറിയായിരുന്നു. അവിടുത്തെ ഈ നവരാത്രി ആഘോഷങ്ങൾ തടയുക, അത് ചെയ്യുക, ബംഗ്ലാദേശികളെ നിർബാധം തുറന്നു വിടുക, എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ഒരു ഹിന്ദു വിരുദ്ധ അക്രമമായിട്ട് മാറി. പിന്നെ അവരുടെ വിരുദ്ധരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അടിച്ചമർത്തുക. CPM-കാരൊക്കെ വന്ന് അഭയം തേടിയിരുന്ന BJP ഓഫീസിലായിരുന്നു. അവർ ഓഫീസും പൂട്ടി. പല സ്ഥലത്തും അവരങ്ങനെ തന്നെ BJP ആയി മാറി. അല്ല, ഇപ്പോൾ CPM ഓഫീസ് തുറന്നു. ഇപ്പോൾ തുറന്നു BJP അധികാരത്തിൽ വന്നു. തുറന്നതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് BJPയുടെ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അവർ. അങ്ങനെ ഒരു വ്യത്യാസം ഗുണമുണ്ട്. അന്ന് ഫാസിസക്കാരുടെ അടുത്തായിരുന്നു രക്ഷ പ്രാപിച്ച് വന്നിരുന്നത്. മമതാ ബാനർജിയിലെ ആൾക്കാരെ ഓടിച്ചിട്ട് അടിക്കാൻ കൊല്ലുകയും ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു അരാജകത്വം നിറഞ്ഞൊരു സ്ഥലമായി മാറി. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് അതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. CBI-ക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവരവിടുത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, ED അവിടുത്തെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക. അങ്ങനെ എന്തെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലേ, അതൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇനിയൊരു മാറ്റം വന്ന് ജനങ്ങളുടെ അതിനിടയ്ക്കൂടി ധാരാളം ഗുണ്ടകളും ക്രിമിനൽസും വളർന്നു വരും. ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ശക്തമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ജില്ല ഉണ്ടെങ്കിൽ അവിടെ ക്രിമിനൽസ് വളർന്നു വരും. കാരണം ഈ ആക്ടിവിറ്റിക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടാൽ ക്രിമിനൽസ് വളർന്നു വരും. അങ്ങനെ ബംഗാൾ സംസ്ഥാനത്തിൽ മൊത്തമായിട്ട് ക്രിമിനൽസ് അത്ര അധികം വളർന്നു വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പിന്നെ അവർക്കൊക്കെ സംരക്ഷണമുണ്ടേ, അവർക്കൊക്കെ പോലീസിൻ്റെ സംരക്ഷണമുണ്ട്. അവരാരും ഒന്നും ചെയ്യില്ല. അവരാകെ മമതാ ബാനർജിക്ക് അതിലൊന്നും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസമായിട്ടാണ് ഇദ്ദേഹം ഈ പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബില്ലിൻ്റെ പേര് വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026 എന്നാണ്. അത് അസംബ്ലിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് ഇനിയിപ്പോൾ ആ ബില്ലനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരാളെ ക്രിമിനലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളെ പിടിച്ചകത്തിടാം, വിചാരണ വേണ്ട, 1 കൊല്ലം വരെയും പിടിച്ചിടാം. 1 കൊല്ലം കഴിഞ്ഞാൽ നേരത്തെ പ്രിയൻ സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും പിടിച്ചകത്തിടാം, വിത്തൗട്ട് ട്രയൽ. പക്ഷേ അതിൽ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് മുഖം നോക്കാതെയുള്ള നടപടിയാണ്. ഇനി ഇപ്പോൾ കുറച്ച് BJPയുടെ പേരിൽ പലരും, ഞാൻ പറഞ്ഞില്ല, ക്രിമിനൽസ് വളർന്നു വന്ന ക്രിമിനൽസിന് എപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അഡ്രസ്സ് പറയാൻ വേണം.
മിക്കവാറും ഭരണകക്ഷിയുടെ അഡ്രസ്സാണെങ്കിൽ നന്നായി. അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു കമ്പ് എൻ്റെ കഷണം ഒരു കാവിക്കൊടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സേന തുടങ്ങാം. അതെ, ഹനുമാൻ സേന, ലക്ഷ്മണ സേന, ശത്രുഘ്ന സേന എന്തെങ്കിലും തുടങ്ങിയിട്ട് പിന്നെ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വെക്കിട്ട് കയറുക. അപ്പോൾ പറയുമ്പോൾ പിന്നെ വരുമ്പോൾ ഇതൊക്കെ സംഘപരിവാറാണെന്ന് പറയും. അതെ അതെ, കാരണം കാവിക്കൊടിയിൽ കമ്പുമ്മേൽ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതേപോലെ BJPയുടെ പേരും അവർ ഉപയോഗിക്കുന്നുണ്ടാവും ഈ ഗുണ്ടകൾ. അപ്പോൾ അതുകൊണ്ടാണ് അധികം പറഞ്ഞത്, പാർട്ടി നോക്കില്ല, ആളെ നോക്കില്ല, ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിടും. ആ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ശ്ലാഘനീയമാണ് അവിടുത്തെ പോലത്തെ ഒരു സ്റ്റേറ്റിൽ. പക്ഷേ ഇപ്പോൾ വരും മനുഷ്യാവകാശക്കാർ വരും, ഇതേ CPM-കാരൻ വരും മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട്, ഇതേ കോൺഗ്രസ്സുകാരൻ വരും. ഇവർക്ക് രണ്ടുപേർക്കും നിർബാധമായിട്ട് പാർട്ടി പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിരുന്നില്ലേ 15 കൊല്ലമായിട്ട്? അതെ, അത് ഫാസിസം അല്ല, ഇതാണ് ഫാസിസം എന്ന് പറയും. അതുകൊണ്ട് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ ആൾക്കാർ വരും. നമ്മുടെ രാഹുൽ ഗാന്ധി വരും, മല്ലികാർജ്ജുന ഖാർഗെ വരും, ബേബി ചെല്ലും കൽക്കത്തയിൽ. അതെ, കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലെ പ്രതിനിധിയാണ് MA ബേബി. അദ്ദേഹം പോകണമല്ലോ, അപ്പോഴല്ലേ കേരളത്തിൻ്റെ വികാരമായിട്ട് മാറുള്ളൂ. അവരൊക്കെ ഫാസിസം എന്ന് പറയും. ഇയാൾക്കൊക്കെ ഫാസിസം പേടിച്ചിട്ട് ഇരിക്കുമ്പോൾ അഭയം കൊടുത്ത ആൾക്കാർ BJPക്കാരാണെന്നുള്ളത് മറന്നുപോകും. എന്നിട്ട് അതേപോലെ ഇനി ധാരാളം പേര് വരും ഇതിനെ എതിർക്കാനായിട്ട്. പക്ഷെ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് എന്ത് വന്നാലും മുന്നോട്ട് പോകുന്നുള്ള ദൃഢനിശ്ചയത്തോടെ പോകുന്നൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ ഫലം ആ സ്റ്റേറ്റിൽ കാണുകയും ചെയ്യും. ഈ മരിയൻ അലക്സാണ്ടർ ബേബി ഈ പ്രസ്താവന ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കൂ? ദേശാമാനിൽ എവിടെയെങ്കിലും ന്യൂസ് വരുമല്ലോ. പക്ഷേ ആരും ദേശാമാനി പാർട്ടിക്കാരും വായിക്കാറില്ല എന്നുള്ള വേറെ കാര്യം. അവരും കാര്യങ്ങളറിയാൻ വേറെ പത്രമാണ് വാങ്ങുന്നത്. പിന്നെ പാർട്ടിയുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താ പറയുക, പത്രം മേടിക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് ചില ആൾക്കാരറിയാം, ബിസിനസ്സുള്ള ആൾ. അപ്പോൾ അയാളുടെ വീട് പാലാരിവട്ടം, ബിസിനസ് തൃപ്പൂണിത്തുറയായിരിക്കും. അത് പാലാരിവട്ടത്ത് മേടിക്കണം. ഇവിടുത്തെ ആൾക്കാരൊന്ന് പറയും, തൃപ്പൂണിത്തുറയിൽ ചെല്ലാം, അവിടെ എൻ്റെ വീട്ടിൽ സാധനമുണ്ട്, അത് പറ്റിയല്ല സാറേ ഇവിടെ മേടിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഈ സർക്കുലേഷൻ കൂടുന്നത്. ഈ സർക്കുലേഷൻ കൂടി ആരിത് വായിക്കുന്നു? അവരുടെ പാർട്ടിക്കാർ തന്നെ കാര്യങ്ങൾ അറിയാനായിട്ട് വേറെ എങ്കിലും പത്രത്തിനെ ആശ്രയിക്കും. അപ്പോൾ അതിലൊക്കെ ന്യൂസ് വരും, കൈരളി TV ആവർത്തിച്ച് വരും. ഏതായാലും സുവേന്ദു ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഗുണ്ടാരാജ് നടപ്പിലാവാൻ കഴിയില്ല. ഏതെങ്കിലും വിധത്തിൽ രാജ്യവിരുദ്ധമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ട് ഇവിടെ അവകാശം പറഞ്ഞുകൊണ്ട് അക്രമം നടത്തുന്നവർക്ക് അതിന് കഴിയില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനമോ നിയമവിരുദ്ധ പ്രവർത്തനമോ ഗുണ്ടാ പിരിവ്, ഈ പറയുന്ന അനധികൃത നിർമ്മാണങ്ങൾ, കയ്യേറ്റം, പിന്നെ ഈ പറയുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ആയുധം കയ്യിൽ വയ്ക്കൽ, ഇത്തരത്തിലുള്ള ഏത് പരിപാടിക്കും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് യോഗിയാണ് ഇതിൻ്റെ ഒരു മാതൃക തുടക്കം ഉണ്ടായത്. അത് പിന്നീട് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ നടപ്പിലാക്കുന്നു. അതിനുശേഷം സുവേന്ദു അധികാരി വരുന്നു. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്രയിൽ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇത് നടപ്പിലാക്കുന്നു. മധ്യപ്രദേശിൽ ഗുണ്ടകളെ ഒതുക്കുന്നതിൽ ഏറ്റവും അധികം എനിക്കൊന്ന് UP-യേക്കാൾ വിജയിച്ച ഒരു സംസ്ഥാനം മധ്യപ്രദേശിലാണ്. കാരണം ഗുണ്ടകൾക്ക് വെളിയിറങ്ങാൻ വയ്യായിരുന്നു. അപ്പോൾ ഇന്നും ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു കണ്ട ടൈംസിലാണെന്ന് തോന്നുന്നു, ഗുണ്ടകൾ, പഴയ ഗുണ്ടകൾ, എക്സ് ഗുണ്ടകളായിട്ട് മാറിയിട്ട് അവർ വിലപിക്കുകയാണ്. കാരണം പലരും പാരാലിസിസ് വന്നു, വെടിയേറ്റിട്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നടപടികളുണ്ടായിട്ടുണ്ട്. ഈ ഗുണ്ടകളെ, എന്നിട്ട് ഗുണ്ടകളുടെ കരച്ചിൽ വാർത്തയാക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മീഡിയകൾ എന്നുള്ളതാണ് ഗുണ്ടകളുടെ മൗലികാവകാശം ഉണ്ടല്ലോ. അതെ, ഗുണ്ടകൾക്കും തീവ്രവാദികൾക്കും ജനാധിപത്യ അവകാശം, സമാധാനപരമായിട്ട് ഗുണ്ടാ പ്രവർത്തനം ചെയ്യാനുള്ള അവകാശം. അതെ അതെ, അഹിംസാവാദികളായ ഗുണ്ടകളെയൊക്കെ ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ സുവേന്ദു ഒരു ഘട്ടവും കൂടെ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഗുണ്ടാ ആക്റ്റൊക്കെ നിലവിലുണ്ടെങ്കിലും അതിൻ്റെ ഒരു പടി കൂടെ കടന്നുള്ള നടപടി കഴിഞ്ഞു. അതിൻ്റെ അപ്പുറമാണത്. അത് കൃത്യമായ രീതിയാണല്ലേ? കൃത്യമായ രീതിയാണ്. ഇതല്ലാതെ ആ സംസ്ഥാനത്തിൽ യാതൊരു മാർഗ്ഗവും ഇല്ല. കാരണം അത്രത്തോളം ക്രിമിനലൈസ് ചെയ്യപ്പെട്ട സൊസൈറ്റിയാണ്. പോലീസും ക്രിമിനലൈസ് ചെയ്ത ആൾക്കാരാണ്. കാരണം പോലീസിന് എന്ത് ചെയ്താലും മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ട്. പിന്നെ അവർക്ക് എന്താ പ്രശ്നം? അപ്പോൾ അതേപോലെ ഇതിൻ്റെയൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിടിച്ചകത്തിടണം, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ശരിയായ രീതി അതാണ്, ശരിയായ രീതി തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഇത് പറഞ്ഞു വരുന്ന പോലെ ഈ മനുഷ്യാവകാശമൊക്കെ പറയുമെങ്കിൽ ശരി തന്നെ, ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറിയിട്ടുള്ള ആൾക്കാരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നെങ്കിൽ പശ്ചിമബംഗാളിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് വളരെ വളരെ
ഭീകരമായ അന്തരീക്ഷമാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ അവർ വന്നു മദ്രസയിൽ ഒരാൾ നാൾ പഠിക്കുകയാണ് ബംഗ്ലാദേശ്. അയാളുടെ കയ്യിൽ ബംഗ്ലാദേശിൻ്റെ രേഖകളും എല്ലാം അയാളുടെ ഇവിടുത്തെ ഉണ്ട്. ഇപ്പോൾ പണ്ട് ഗൾഫുകാരനൊരു തമാശ പറഞ്ഞു, ഒരു പാകിസ്ഥാനിയെ ദുബായിലെ ഇമിഗ്രേഷൻകാർ ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോൾ പിടിച്ചു, പാസ്പോർട്ട് കൊടുത്തപ്പോൾ അതിൽ വിസയില്ല. ഇതിൽ വിസ നഹി എന്ന് പറഞ്ഞു. അടുത്തെടുത്ത് കൊടുത്തു, അടുത്ത പാസ്പോർട്ട്, അതിലും ഇല്ല. അപ്പോൾ അടുത്ത് കൊടുത്തു, അതിലും ഇല്ല. അപ്പോൾ നാലാമത്തെ കൊടുത്തു, ഇസ്മേൻ ജരൂർ ഹോഗ എന്ന് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടുണ്ടാവും. വളരെ 3ഉം 4ഉം പാസ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ 3ഉം 4 ആധാർ കാർഡും ഇലക്ഷൻ ID കാർഡ് റേഷൻ കാർഡ് ഒക്കെ ഉണ്ട് ഇവർക്ക്. അത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ. യാതൊരു സംശയമില്ല, ചെയ്തു കൊടുക്കും. അത് തന്നെ ഒരു വലിയൊരു ബിസിനസ് ഇൻഡസ്ട്രിയാണത്, ഈ തരത്തിലുള്ള വ്യാജരേഖകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഈ കാര്യം ഒരു അറുതി വരുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ ഉണ്ടായേ ഒക്കൂ. അല്ലാതെ MA ബേബിയും VD സതീശനും രാഹുൽ ഗാന്ധിയും പറഞ്ഞ മനുഷ്യാവകാശം ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. മനുഷ്യാവകാശം ആവശ്യമാണ്, പക്ഷേ ഗുണ്ടകൾക്ക് മനുഷ്യാവകാശം ആവശ്യമില്ല, രാജ്യദ്രോഹികൾക്ക് മനുഷ്യാവകാശം ആവശ്യമില്ല, ദേശവിരുദ്ധർക്ക് മനുഷ്യാവകാശം ആവശ്യമില്ല. മനുഷ്യാവകാശം സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ് വേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.